ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ കാർത്തു. ഇന്നത്തെ വീഡിയോ വൈ വി മൂവ് ടു ജർമ്മനി എന്നുള്ളതാണ്. ഞങ്ങൾ എന്തുകൊണ്ടാണ് മാൾട്ട വിട്ടത്, കറന്റ് സിറ്റുവേഷൻ ഇൻ മാൾട്ട, ഇതെല്ലാം കൂടെ വെച്ചൊരു കുട്ടി വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. സോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഞങ്ങൾ മാൾട്ടയിൽ വന്നിട്ട് 4 years ആയി. ഞങ്ങളല്ല, എൻ്റെ ഹസ്ബൻഡ് മാൾട്ടയിൽ വന്നിട്ട് 4 years ആയി. ഞാൻ മാൾട്ടയിൽ വന്നിട്ട് 2 years ആയി. ടോട്ടൽ 4 yearsൽ മാൾട്ടയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ ഇവിടെ മാൾട്ട ഇപ്പോൾ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയി കഴിഞ്ഞു. ഒരുപാട് ആളുകൾ നമ്മൾ ആ കൺട്രിയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തതിനേക്കാളും ആളുകൾ മാൾട്ടയിലായി കഴിഞ്ഞു. മാൾട്ടയെന്ന് വെച്ചാൽ ഒരു ചെറിയ ഐലൻഡാണ്. 3 ഐലൻഡുകൾ ചേർന്ന ഒരു ചെറിയ കൺട്രിയാണ് മാൾട്ട. അപ്പോൾ അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ അതിനനുസരിച്ചേ കാണുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ആളുകൾ വരുന്നതുകൊണ്ട് തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നുണ്ട്, അവിടുത്തെ ലിവിങ് കോസ്റ്റ് കൂടുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്. ഒരുപാട് പേര് ഏജൻസി വഴി വരുന്നവരുണ്ട്. അപ്പോൾ അവർ പറ്റിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ അവർ ഏജൻസിക്കാർ കാർഡാക്കി തരാം എന്നും പറഞ്ഞ് മാൾട്ടയിൽ കൊണ്ടുവരുന്നു. ഇവിടെ വന്നിട്ട് കാർഡാക്കി കൊടുക്കും, പക്ഷെ അവർക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല. കാർഡാക്കി വെറുതെ വീട്ടിലിരുന്നു നാട്ടിൽ നിന്ന് പൈസ അയച്ച് ചിലവൊക്കെ കഴിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. എനിക്കും അറിയാം പേഴ്സണലായിട്ട് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ. പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ ലിവിങ് കോസ്റ്റ്, റെൻറ്റിനൊക്കെ ഇപ്പം നല്ല റെൻറ്റാണ്. ഒരു 3 years ബാക്ക് ആയിരുന്നെങ്കിൽ ഇത്രയും റെൻറ്റൊന്നും ഇല്ലായിരുന്നു. ഒരു 400, 450, 500 യൂറോയ്ക്ക് 2 bedroom നല്ല ഫർണിഷ്ഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ് കിട്ടുമായിരുന്നു. ഇപ്പോൾ 1 bedroomന് 800 to 900 euros ആണ് അവിടെ കൊടുക്കേണ്ടത്. ഞങ്ങൾ ലാസ്റ്റ് താമസിച്ചിരുന്നത് 800 ആയിരുന്നു കൊടുത്തിരുന്നത്. അത് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാണ്ട് റെൻറ്റ് മാത്രം ഞങ്ങൾ 800 കൊടുത്തു. ഇലക്ട്രിസിറ്റി എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് 900 അടുപ്പിച്ചായിരുന്നു ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ഇൻ മാൾട്ട. ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര ലിമിറ്റഡായി, ഭയങ്കര കോമ്പറ്റീറ്റീവായി നമ്മുടെ ജോബ് സെക്ടറൊക്കെ അവിടെ. നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാമോ എന്ന് എനിക്കറിയില്ല, എത്രത്തോളം കേൾക്കാമെന്ന് എനിക്കറിയില്ല. നല്ല കാറ്റുണ്ട്. ഓക്കെ. ഓപ്പർച്യൂണിറ്റീസ് അതേമാതിരി ലിമിറ്റഡായി. സാലറി മിനിമം വേജിനെക്കാട്ടിലും കുറഞ്ഞ സാലറിയിലാണ് ആളുകൾ അവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ കൊടുക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പം അവിടുത്തെ ഒരു മിനിമം സാലറി ഒരു 7 euro ആണ് എങ്കിൽ 2 യൂറോയ്ക്ക് ആളുകളെ കിട്ടുന്നുണ്ട്. ഈ 7 യൂറോയിൽ പണി ചെയ്യുന്ന ആളുകളെ പറഞ്ഞു വിട്ട് ഏറ്റവും കുറഞ്ഞ സാലറി മേടിക്കാൻ ആളുകൾ ഉണ്ടായിട്ട് അവരെ കയറ്റുന്നു. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ മാൾട്ടയിൽ ഇപ്പം കറണ്ടായിട്ട് നടക്കുന്നത്. പിന്നെ എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ ലാസ്റ്റ് എനിക്ക് വേറൊരു ജോബ് അവിടെ കിട്ടിയിരുന്നു, ഇവിടെ വരുന്നതിന് 2 മാസം മുമ്പേ. അപ്പോൾ അവരെനിക്ക് ആ ഒരു പൊസിഷനിൽ കിട്ടുന്നതിലും കുറഞ്ഞ സാലറി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒക്കില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ കുറച്ചും കൂടെ കൂട്ടി. നമ്മൾ പിന്നെ ഒന്നും കൂടെ പറഞ്ഞപ്പോൾ ഒന്നും കൂടെ കൂട്ടി. എന്ന് വെച്ചാൽ നമ്മൾ തുണിക്കടയിൽ പോയി ബാർഗെയിൻ ചെയ്യുന്ന ആ മാതിരിയായി മാൾട്ടയിലെ ജോബ് സെക്ടറൊക്കെ. നമ്മളെ ആ രീതിയിലാണ് അവർ കാണുന്നത്. അത്രയ്ക്കും കുറച്ച് വേജിൽ അവിടെ ജോലി എടുക്കാൻ ആളുകളെ കിട്ടുന്നത് കൊണ്ട് തന്നെ അവർ അങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻസിനെ കാണുന്നത്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ലിവിങ് ആൻഡ് എക്സ്പെൻസസ്. യൂറോപ്പിൽ തന്നെ എല്ലായിടത്തും കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഒരു റൂമിൽ ഇത്ര പേർക്ക് ഇത്ര ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞ് മാൾട്ടയെന്നല്ല, യൂറോപ്പിൽ എല്ലായിടത്തും അങ്ങനെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പം മാൾട്ടയിൽ ഞങ്ങൾ നിന്നപ്പോൾ ഒരു ന്യൂസ് ഉണ്ടായി. ഡോർമെട്രി പോലെ ബെഡ്, ഒരു റൂമിൽ വലിയൊരു ഹോളിൽ ബെഡ് ഇങ്ങനെ ആക്കി ഒരു 20 പീപ്പിൾസിന് 2 ടോയ്ലറ്റ് അങ്ങനെയൊക്കെ വെച്ചൊരു ന്യൂസ് ഉണ്ടായി. അതൊന്നും അവിടെ അലോഡല്ല. അങ്ങനെയൊക്കെ കുറേ ന്യൂസും, അതൊക്കെ നമ്മുടെ ഇന്ത്യൻസ് ആയിരുന്നു അതിനകത്ത്. ആ ഡോർമെട്രിക്കകത്ത് നമ്മുടെ ഇന്ത്യൻസ് ആയിരുന്നു. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നു. പിന്നെ അതുമാതിരി തന്നെ നമ്മളെ സാധനങ്ങളുടെ വില ഭയങ്കരമായിട്ട് കൂടി. ഭയങ്കരമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സാധനങ്ങളുടെ വില കൂടി. നമ്മളിപ്പോൾ ജർമ്മനിയിൽ സാധനം മേടിക്കുന്നതിൻ്റെ അത്രയും പോലും മാൾട്ട അതിലും ഭയങ്കരമായിട്ടാണ് മാൾട്ടയിൽ ഞങ്ങൾ സാധനം മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മാൾട്ടയിൽ അവിടെ ഉള്ളവരെക്കാട്ടിലും കൂടുതൽ ഏഷ്യൻസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അവിടെ എവിടെ തിരിഞ്ഞാലും നമ്മൾ ഏഷ്യൻസാണ്. അതുപോലെ തന്നെ ക്രൈം റേറ്റും ഒരുപാട് വർദ്ധിച്ചു കഴിഞ്ഞു. അങ്ങനെ ക്രൈം റേറ്റ് ഒക്കെ കൂടിയതുകൊണ്ട് തന്നെ മാൾട്ടീസുകാർക്ക് നമ്മളുടെ കൂടെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡ് മാറി. നെക്സ്റ്റ് ഹോസ്പിറ്റലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ മാൾട്ട 3 ഐലൻഡ് തമ്മിൽ ചേരുന്നതാണെന്ന്. ഗോസോ, കൊമിനോ, മാൾട്ട അങ്ങനെയാണ്. അപ്പോൾ ഈ 3 ഐലൻഡിനും കൂടെ ചേർന്ന് ഒരൊറ്റ വലിയ ഹോസ്പിറ്റലാണ് ഉള്ളത്. അത് മാൾട്ടയിലാണ്. പിന്നെ എല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, ചെറിയ ക്ലിനിക്സ് അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ മെഡിക്കൽ സർവീസസ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു.
നമുക്ക് പെട്ടെന്നൊന്നും കിട്ടില്ല. അല്ലാതെ തന്നെ യൂറോപ്പിൽ മെഡിക്കൽ ലേറ്റാവും. ഇപ്പോൾ അതിലും ലേറ്റായി നമുക്ക് ചികിത്സ കിട്ടാൻ പാടായി വരുന്നു, ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ ലോങ് ടൈമിലേക്ക് സെറ്റിലാവാൻ പറ്റിയ ഒരു കൺട്രി അല്ല. അതിനെല്ലാത്തിനും കൂടെ വേണ്ടിയുള്ള റീസൺസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം ഇവിടെ PR കിട്ടില്ല. പിന്നീട് അതേ കണക്ക് തന്നെ ഇപ്പം നമ്മളെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ഹസ്ബൻഡോ വൈഫോ കുട്ടികളോ അങ്ങനെ ആരെങ്കിലും നാട്ടിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ പോലും ഇവിടെ റിജക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഫാമിലി റിയൂണിഫിക്കേഷൻ വിസ ആയാലും വിസിറ്റിംഗ് വിസ ആയാലും എല്ലാം തന്നെ ഇപ്പോൾ റിജക്ഷൻസ് ആണ് ഉണ്ടാവുക. കാരണം ഇവിടെ ഓവർ പോപ്പുലേറ്റഡ് ആണ്. ഇനി ഇവിടെ ആളുകളെ വേണ്ട, ഗവൺമെൻറ്റിന് ഇനി ആളിനെ വേണ്ട. അതുകൊണ്ടാണ് അവർ റിജക്റ്റ് ചെയ്ത് വിടുന്നത്. പിന്നീട് ഇതൊരു ഐലൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മാൾട്ടയുടെ അടുത്ത് കിടക്കുന്ന കൺട്രിയിൽ പോകണമെങ്കിൽ റോഡ് വഴി പോകാൻ പറ്റില്ല. ഫ്ലൈറ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ ബോട്ടിലോ ഷിപ്പിലോ വഴിയേ പോകാൻ പറ്റൂ. അതും ഒരു വലിയൊരു പ്രോബ്ലം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ എല്ലാം എക്സ്പെൻസീവാണ്. ഇവിടെ എല്ലാം ഇമ്പോർട്ട് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും വില ഭയങ്കര കൂടുതലാണ്. എല്ലാത്തിൻ്റെയും ക്ലോത്ത് ആയാലും ഫുഡായാലും എല്ലാം തന്നെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇത്രയാണ് 4 വർഷം ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ. ഇതാണ് ഞാൻ ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. ഇത് ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങളും ഞങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് മാൾട്ടയിൽ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ലിങ്ക്ഡിൻ വഴി എംപ്ലോയറിനെ കണ്ടുപിടിച്ച് വരുന്നതായിരിക്കും ബെറ്റർ. അത് ജെന്യൂൻ ആണോ എന്ന് തിരക്കി ഡയറക്റ്റ് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാം, ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുമല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത്രയൊക്കെയാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ. ഞാനെല്ലാം പറഞ്ഞെന്നാണ് എൻ്റെ വിശ്വാസം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ബൈ, സീ യു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.